താങ്ക് യു ജീസസ്. നല്ല ഉറക്കം കിട്ടി ഈശോയെ. പഞ്ഞേ നല്ല ഉറക്കം കിട്ടി ഈശോയെ. ഇനി ടാറ്റ പോവാൻ ഈശോയെ. മൂന്നാർക്ക് നല്ല നല്ല കാവൽ മാലകമാരൊക്കെ ചുറ്റും ഉണ്ടാവണേ. ഞങ്ങളെല്ലാരും കാത്തു വീക്ഷിച്ചിന്. ആ കണ്ണടച്ചത് ഇന്നലെ പഠിച്ചില്ല, ഒന്ന് കാണിച്ചെടുക്കണ്ട. അത് കളിക്ക്. അവിടുത്തെ ഗ്രൗണ്ടില് പിള്ളേര് ബോള് തട്ടണത് എങ്ങനെയാണ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ബോൾ എങ്ങനെ തട്ട? ബോള് തട്ടി എങ്ങനെ ബോള് തട്ട? ഈ പൂല് പൂ മാത്രമുള്ളൂ, എച്ചില്ല. POH ഉണ്ട്. ഇറ്റ്സ് എ ന്യൂ ഫ്രണ്ട് പൂ. പാപ്പ കൊടുക്കണ്ട പറഞ്ഞമ്മ. ആ ഷൈനിയുടെ മോനെ ഇങ്ങനെ കാണിച്ചു, മൂത്ത മോൻ. അപ്പൊ ആദ്യം നോക്കി, പിന്നെ ഒന്നുകൂടി നോക്കി, അവളത് പഠിച്ചു. പിന്നെ ഷൈനിയുടെ മോൻ ഇവളെ നോക്കുമ്പോ അവള് ഇങ്ങനെ കാണിക്കും. ഇവനും കാണിക്കണ്ടല്ലോ കണ്ണുകൊണ്ട്. അങ്ങനെ തന്നെ കണ്ണില് മരുന്ന് വെച്ചിട്ട് അമ്മ കണ്ണില് മരുന്ന് വെച്ചിട്ട് കണ്ണുപോയി. കണ്ണ് കാണാത്ത ആളെ ഞാൻ കണ്ണില് മരുന്ന് ഒഴിപ്പിക്കാൻ ഏൽപ്പിച്ചു. മഹേന്ദ്ര ബാബു. ബീരമ്മേ, വെള്ളവും അവിടെ കുഞ്ഞു ഗ്ലാസും ഇതിൽ വെച്ചിട്ടുണ്ട്. പാടിയേ, പാട്ട് പാടിയേ. ഗൈസ്, അങ്ങനെ നമ്മള് ഫാമിലി ആയിട്ട് ഒരു സ്റ്റേക്കേഷന് പോവാണ്. മുന്നിച്ചേട്ട സെറ്റ് അല്ലേ? ഓ, നീ വെക്കേഷൻ മോഡിലോ? കൂളിംഗ് ഗ്ലാസ്, ബെർമൂഡ, മഞ്ഞ കളർ ടീഷർട്ട്. സോറി, ഞാൻ കളർ ബ്ലൈൻഡാ. അയ്യോ, ഞാൻ അവിടെ മറ്റു സാധനം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മേശാമ, അത് എടുത്തില്ല. ആ കട്ട 3.25 മണിക്കൂറാണ് ദൂരം കാണിക്കണേ. ഗൈസ്, ട്രിപ്പ് ക്യാൻസൽ ആവുന്ന പോകുന്നത് വിൻഡോ സീറ്റിന് വേണ്ടിട്ട് ഇവിടെ 3 പെണ്ണുങ്ങൾ തമ്മിൽ, അല്ല 4 പെണ്ണുങ്ങൾ തമ്മിൽ അടിയാണ്. ഇവ ചേച്ചിയുണ്ട്, ഡിജി ഉണ്ട്, അമ്മയുണ്ട്. 4 പേർക്കും വിൻഡോ സീറ്റ് വേണം. വണ്ടിക്കാണെങ്കിൽ ആകെ 2 വിൻഡോ സീറ്റ് ഉള്ളൂ. ചേട്ടാ 3000 രൂപയ്ക്ക് 3000. എയർ ഫിൽ കറേഗ. ആ, ഓക്കെ ഓക്കെ, താങ്ക് യു. ഡിജി സാൻസ്ക്രിറ്റ് ആയിരുന്നോ? സാൻസ്ക്രിറ്റ് മേ മേക്ക് ഗാന ഗാവോ അറിയോ? കാഥം വാലെ കാഞ്ചനമാല കസ്യപുത്രി കനകലതായ കിംതെ അസ്തെ ധാലി പത്രം കാവാരേക പറ്റുമെന്ന്. ഇതേതാ സംസ്കൃതം? ഇത് എനിക്ക് കേട്ടപ്പോ ഏതോ ഓർമ്മ ഒന്നറിയോ? കാവാലയ്യ, അരേ കാവാലയ്യ, കാവാലയ്യ. ശരിയാ. നമ്മൾ 2 മണിക്കൂർ യാത്ര പിന്നിട്ടിരിക്കുന്നു. നമ്മളങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവർക്ക് ചായയും സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തെങ്ങനെ പുതിയത് നല്ല രസല്ലേ? നല്ല രസം. വേറൊരു ആളെ പോലെ ഇല്ലേ? ഞാനിപ്പോ ലഞ്ച് കഴിച്ചാലോ എന്ന് ആലോചിക്കാം. കർഡ് റൈസ് ഉണ്ട്, ജീര റൈസ് ഉണ്ട്, ലെമൺ റൈസ് ഉണ്ട്, ടൊമാറ്റോ റൈസ് ഉണ്ട്, വൈറ്റ് റൈസ് ഉണ്ട്, വെജ് റൈസ് ഉണ്ട്, ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ട്. ഏത് വേണം? ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈദൽവാവേ, പുതിയ ഹെയർ സ്റ്റൈൽ ആയല്ലോ. ഗൈസ്, ഇനി ഏകദേശം 1 മണിക്കൂർ 58 മിനിറ്റ് നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. 62 കിലോമീറ്റർ. ഗൈസ്, നമ്മുടെ ഓൺ ദ വേ നമ്മളൊരു കള്ള് ഷാപ്പിൽ നിർത്തിയിരിക്കുകയാണ്. ചേട്ടന് ഇവിടെ നല്ല ബീഫ് കറിയും ചപ്പാത്തി തീർന്ന ചപ്പാത്തിയും കഴിക്കായിരുന്നു. മേരി മാർഗരറ്റിലൂടെ കപ്പ കഴിക്കണം. മേരി മാർഗരറ്റ്. യെസ്, നമ്മളപ്പോ ലേമൗണ്ട് ഫോർട്ടിലെത്തി. വാവ്, ഇത് അടിപൊളി കേട്ടോ. ഇത് മറ്റേ വീടാ. ഇത് മറ്റേ വീട്. ഏത് വീട്? അയ്യോ, അയാള് ഞാൻ തമ്മില മറ്റേ ഹോസ്പിറ്റല്. അതാണിത്. എന്റെ മോനെ, ഇതാട്ടോ നമ്മള് സ്റ്റേ ചെയ്യണ റിസോർട്ട്. ഒരു രക്ഷയില്ല. സ്റ്റേ ഉള്ളതാ? ബുക്കിംഗ് ഉള്ളതാ? ലഗേജ് നമുക്ക് പിന്നെ എടുക്കാം. ആദ്യം ചെക്കിന്. ഗൈസ്, നമ്മളിവിടെ റിസോർട്ടിന്റെ അവിടെ എത്തിയിട്ടോ. ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. ഒരു രക്ഷയില്ല. നല്ല വൈബ് തണുപ്പ്. മേരി മാർഗരറ്റ്, എങ്ങനെയുണ്ട് തണുപ്പ്? അടിപൊളി. നല്ല നല്ല വൈബ്. പൊളിക്കും നമ്മള്. 22 ഡിഗ്രി സെൽഷ്യസ് ഉള്ളു ഇവിടെ തണുപ്പ്. കേരളത്തിൽ 32 ഡിഗ്രി സെൽഷ്യസാ. അയ്യോ, ഇതും കേരളം തന്നെയാണല്ലോ അല്ലെ? ഇത് അവിടെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് അകത്തേക്ക് കയറ്റുന്നുണ്ട്. നമ്മളും ചന്ദനക്കുറിയുമായി അകത്തേക്ക് പോവുകയാണ് ഗൈസ്. എങ്ങനെയുണ്ടോ തണുപ്പ്? നല്ല തണുപ്പുണ്ട്. ചന്ദനക്കുറിയൊക്കെ തൊട്ട് നമ്മൾ റിസോർട്ടിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. ഇതാണ് കേസ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. അവിടേക്കാണ് നമ്മൾ ചാടാൻ വേണ്ടി പോകുന്നത്. ചലഞ്ച് ഉണ്ട് കേട്ടോ. നഗ്നനായി പൂളി ചാടണം. ആരായിട്ട്? നഗ്നനായി. ഞാൻ നഗ്നയായിട്ട് പൂളി ചടണം കേട്ടോ.
ഭയങ്കര ഒരു പ്രോപ്പർട്ടി അല്ലേ, ഭയങ്കര ഒരു രക്ഷയില്ല. മൂന്നാറിൽ ഇതുവരെ ഒന്നില്ല ഏറ്റവും ബെസ്റ്റ് പ്രോപ്പർട്ടി. ബെസ്റ്റ് ഫുഡും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എഴുതി ഒപ്പിട്ട് തരും. ഇത് ബ്ലൂ ടീ എന്ന് പറയും, എന്ന് വെച്ചാ നമ്മളുടെ ശംഖുപുഷ്പത്തിന്റെ ഓക്കെ. ശംഖുപുഷ്പത്തിന്റെ ചായ കിട്ടിയിരിക്കുകയാണ് മേരി മാർക്കറ്റ്. പിന്നെ നല്ല വാം ടിഷ്യൂ. ചൂടുള്ള തൂവാല. ചന്ദനക്കുറി തുറക്കില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ നിനക്ക് ശരിക്കും സ്ത്രീത്രം തുളുമ്പുന്നുണ്ട്. അല്ലെങ്കിൽ തുളമ്പാറില്ല. ഡിജിറ്റി പറ്റി എങ്ങനെയുണ്ട്? സൂപ്പർ ആട്ടാ, നല്ല വൈബ്. നിങ്ങൾ പുളിക്ക് എടുത്തിട്ടെ. ഞാൻ നീന്തും. നീന്തല അറിയോ? നീന്താനും നല്ല പ്രശ്നം എന്താ, അത് വക്ക് കാണുമ്പോ എനിക്ക് പേടിയോ. ചായ ഊതി കുടിക്കുന്ന മേരി മാർക്കറ്റ്. ഗുപ്തന് ചായ ഊതി കുടിക്കാനല്ല ഇഷ്ടം, അതുകൊണ്ട്. താങ്ക് യു. അവിടെ നോക്കിയിട്ട് അവള് പറഞ്ഞേ, അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഈശോ എന്ന് പറഞ്ഞപ്പോ അവള് ഗുഡ് ബോയ്. നമ്മൾ എത്തിയിരിക്കുന്നത് ലേ മോൺ ഫോർട്ട് എന്ന് പറഞ്ഞ അടിപൊളി കിട്ടില്ല റിസോർട്ടിൽ. കിടക്കാച്ച റിസോർട്ടാണ്. നമ്മൾ ബുക്ക് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ആക്ച്വലി റൂമൊക്കെ കണ്ടിട്ടാണ് സാധാരണ റിവ്യൂ പറയാറ്, പക്ഷെ റൂം കാണുന്നേക്കാളും മുമ്പ് നമ്മൾ അത്രയും കോൺഫിഡൻസിൽ കാര്യം പറയുന്നുണ്ടെങ്കിൽ വി ആർ എക്സൈറ്റഡ്, വി ആർ ഹാപ്പി. അടിപൊളിയാണ്, നൈസാണ്. വരുമ്പോ തന്നെ ചന്ദനക്കുരി കിട്ടും. ഹാപ്പി. ഇവിടെ 22 ഡിഗ്രി ആട്ടോ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. നല്ല സുഖമുണ്ട്, വൈബ്. പുറത്തെ സീനറിയും ഭംഗിയും എല്ലാം കണ്ട് മുന്നിച്ചേട്ടനും ഇവിടെ ഇരിക്കുന്നുണ്ട്. നിന്റെ മനസ്സിൽ ഇപ്പൊ മറ്റേ പാട്ടല്ലേ, മഴ മോട് വാരിക്കുളമ്പ് കുറത്തിൽ മാറ്റി അടിച്ചു. ഇങ്ങനത്തെ ഇതില് സർക്കെടുക്കാൻ സർക്കെടുക്കട്ടെ. വാവങ്ങോട്ട് വരുന്നില്ല. എന്താ പറയാ, വേണ്ടാന്ന് വരുന്നില്ലാന്ന്. വാവേ അമ്മാമ്മ ഇവിടെ, പൊന്നിന്റെ അമ്മ. ആരയില് പോയാലും അമ്മാമ്മ വരണതാ. അമ്മമ്മ കാഴ്ച വേണം കൊണ്ടുപോവാ, അങ്ങോട്ട് കൊണ്ടുപോവാ. എനിക്ക് ചീത്ത പറയും, ആന്റിനെ പറയും. നോക്കണ്ടല്ല, അപ്പം കൊണ്ടുപോകും കാഴ്ചക്ക്. പാട്ടൊന്നും പാടല്ലേ, അത് ആന്റിന് ചീത്ത പറയും ഇവിടെ. നിനക്കോ പറയാൻ എന്താ പറയണേ ഇതില്? അങ്ങോട്ട് പോവാന്നങ്ങനെ പറയണേ. ഞങ്ങൾ കൊണ്ടുപോവാ. അമ്മമ്മ പോണില്ല, അമ്മ പോലും വേണ്ട. വാ ദേ ഞാൻ കാണിച്ചു. ആന്റിയുടെ കൈമ വേറെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വെൽക്കം ലെറ്റർ ആണ്. ആക്ടിവിറ്റീസും ടൈമിംഗ് ഇതിൽ മെൻഷൻ ആണ്. ഇത് നമുക്ക് ഇൻഡോർ ആക്ടിവിറ്റീസ്, പൂൾ ടേബിൾ, ക്യാരംസ്, ചെസ്, ലൂഡോ ഇതെല്ലാം വരുന്നത് ഈ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. ദെൻ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഫുട്ബോൾ ടർഫും ക്രിക്കറ്റ് പിച്ച് ഇതെല്ലാം പുറത്ത് വരുന്നുണ്ട്. ബോളും കാര്യങ്ങളെല്ലാം ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവും. അതല്ലാതെ സൈക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. കസ്റ്റമർ സർവീസ് സൂപ്പർ, ഭയങ്കര സൂപ്പറാണ്. വന്നപ്പോ എന്താണ് പെണ്ണുങ്ങൾ തൊടാൻ പാടില്ല. അതൊന്നും കൂടി തൂത്തിട്ട് ഞാൻ വീണ്ടും വരാന്നൊക്കെ ചോദിച്ചത്. എന്റെ ഭാര്യ നമ്മൾ ഈ ഫ്ലോറിൽ തന്നെയാണോ നമ്മുടെ റൂം? മുകളിലാണോ? ഇതാട്ടോ നമ്മുടെ മുറി. ഇരിക്കാനുള്ള ഒരു സംഭവവും സെറ്റപ്പും പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോ ഇവിടെ നമ്മുടെ ബെഡും സംഭവങ്ങളെല്ലാം ഉണ്ട്. അടിപൊളിയായിട്ടൊരു ഫ്രെയിമും കാര്യങ്ങളുണ്ട്. ഇരിക്കാനായിട്ടൊരു ഏരിയ ഉണ്ട്. മോനെ ഫുള്ള് ഇതാട്ടോ മറ്റേ പാറക്കല്ലില് പണിത മുറിയാണിത്. ഫുള്ള് പാറയാണ്. മറ്റേ അയ്യോ പ്രതാപ് പോത്തന്റെ വീട് ഇത് കാണിക്കുന്നില്ല ആ സിനിമയില്. വീണ്ടും ഇവിടെ വന്നിട്ടൊരു ബാൽക്കണി ഉണ്ട്. രവി തരകൻ നടന്നു പോണ സീൻ. രവി തരകൻ, ഡോക്ടർ രവി തരകൻ അതിലെ നടന്നു പോയിട്ട് ചെയറിട്ടിരിക്കുന്ന സീനില്ലേ, അത് അവിടെ അതുകൊണ്ട് ഇതവിടെ ബാത്റൂം ടൂർ. ഇവനിങ്ങനെ വൃത്തിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കയറി ഓരോ മുറികളിലൊക്കെ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആ സാധനമൊക്കെ. പറഞ്ഞു പോടാ നിന്റെ വിഗ്ഗാണേ.
നിങ്ങൾ ഒരു കാര്യം ആള് പോയാ ഇപ്പൊ മനസ്സിലായല്ലോ, രൂപയുടെ മുമ്പില് ആളായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ആർക്കാണ് ചന്ദനക്കുറി തൊടാൻ ബുദ്ധിമുട്ട്? ഐശ്വര്യമായിട്ട് ഫ്രീ അല്ലടാ, എവിടുന്ന് കിട്ടി അതിന്റെ അറിയില്ല, എവിടെ ഫ്രീ ആണ്. പിന്നെ അവരവിടെ വെച്ചേക്കണ്ടോ അത് എടുക്കുകയാണെങ്കിൽ അതിന് പൈസ കൊടുക്കണം. അറിയോ നമ്മളെടുത്ത ഈ വെള്ളം ഫ്രീ ആണ്, വേറെ ഒന്നും ഫ്രീ അല്ല ഇവിടുത്തെ. വെള്ളം മാത്രമല്ല ഇത് ഈ ബാസ്കറ്റും ഫ്രീ ഇതും ഫ്രീ, ഇതൊക്കെ പൈസ ഉള്ളതാ. അയ്യോ നമ്മളിപ്പോ കഴിച്ചതല്ലേ, അതെ ഞാൻ പറഞ്ഞു. 200 രൂപ. അർദ്ധരാത്രി കൊട പിടിക്കുന്ന പറഞ്ഞാല് ഞങ്ങൾ ഇന്ന് മറ്റേ കുബേരല്ല പോലെ മോള് എന്ത് വേണമെങ്കിലും ചെയ്തു. നാളെ തൊട്ട് നമ്മൾ വീണ്ടും പാവപ്പെട്ടവരാകും. എങ്ങനെയുണ്ട് മെരി മാർക്കറ്റ് പ്രോപ്പർട്ടി? അടിപൊളി ഗൈസ്, ഒരു രക്ഷയില്ല. ഞാൻ റൂം കാണുന്നേക്കാൻ മുമ്പ് ഈ പ്രോപ്പർട്ടിയുടെ ആ ഒരു ഇത് കണ്ടപ്പോ തന്നെ ഞാൻ അയച്ചോട് പറഞ്ഞു, അയച്ചിട്ട് അത് വേറെ ലെവലായിരിക്കും. റൂമൊക്കെ നല്ല എന്താ പറയാ പ്രീമിയം ലക്ഷറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. ഇതിലൊരു ഉമ്മ ഉമ്മ കൊടുത്തേ ഉമ്മ. ഇവിടെ ഒരു ഉമ്മ മങ്കി ക്യാപ്പ് ഊരിന്റെ വാവേ ഇതെന്തുട്ടത്? ഉമ്പ. അവള് പറയും എന്തുട്ടത്? കുതിരുമ്പ. സന്തോഷാണ്. ഭയങ്കര ഹാപ്പി. എനിക്ക് കഴിച്ചടിക്കുമ്പോ പറയാട്ടാ. വേനെടുക്കുമ്പോ മാറ്റും. അപ്പൊ കറിയില്ലേ? അപ്പൊ അതിൽ വേറെ കഴുത്തിൽ വെച്ച് കൊടുക്കും. അല്ലേ ഇത് ഇവേ വാവനും കൊണ്ട് കേറില്ല ഇവേ, അത് പോണോക്കിയേ. ഗൈസ്, അങ്ങനെ പൃഥ്വിരാജ് ഇരുന്ന ബെഞ്ചിലാണ് ഡിജി ഡിബറ്റ് ഇരിക്കുന്നത്. എന്തല്ലേ പൃഥ്വിരാജ് ഇതേ സ്പോട്ടിലായിരുന്നത്. ആയിരിക്കും. ഇനിയാണ് ഈ വൈബില് നമ്മളൊരു പാട്ട് കേൾക്കാൻ പോണേ. എന്റെ വല്ല പേടിക്കണ്ട, നമ്മുടെ സ്വീറ്റ് വോയിസ് ആയ നമ്മുടെ ഡിജിയുടെ പാട്ട്. അത് ഈ മറ്റേ പാട്ട് പാടാൻ പറ്റണേ ഈ പാടുള്ളൂ. തുള്ളി മഞ്ഞിൽ അവസാനം മനസ്സിലായില്ലല്ലോ, ഇപ്പോഴും പാടി മനസ്സിലാക്കി തരും. തുള്ളി മഞ്ഞിൻ പുള്ളിയുറഞ്ഞു തങ്കലിപിയുള്ളൊരു സൂര്യജാതകം മൗനമഞ്ഞിൻ കൈകൾ വന്നെഴുതുന്നു നിറമാർന്നൊരു പകലിൻ മുഖം. കാലം കൂടെ പിടിച്ചിരിക്കുന്ന ഈദൽ ബാബേനെ നിങ്ങൾ കാണണേ. നിലത്തിടോ, കാലം കൂടെ നിലത്തിടോ. നീ തൊപ്പി വെച്ചിരിക്കയാണ്. കുങ്കുരു കുങ്കുരു കുങ്കു. കുബേര സിനിമയിൽ ഇതിന്റെ കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നില്ലേ? അത് തന്നെയാണോ അത്? മോളുടെ തല ഞാൻ അടുത്ത പ്രാവശ്യം പോയി പഴനി പോയി മുട്ടടിക്കാം. മോളുടെ തല അടുത്ത പ്രാവശ്യം പഴനി പോയി മുട്ടടിക്കാം. ഞാൻ പറയുന്നത് എത്രമാത്രം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന അറിയില്ല. ഇവിടെ ഫുള്ള് ചീവീടുകളുടെ ശബ്ദാട്ടോ. നമ്മളൊരു കുടുംബശ്രീ ടീമാണ്. കുടുംബം ഓ അല്ല ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിസോർട്ട്. കാരണം എന്തോ ഒരു വൈബ്. റിസോർട്ട് അടിപൊളിയാന്ന് പറഞ്ഞതുപോലെ ചുറ്റും ഭയങ്കര പച്ചപ്പും ഹരിതാപവും ഫോഗും കാര്യങ്ങളാണ്. പിന്നെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഇൻഡോർ ഗെയിംസും കുറെ ഉണ്ട് കേട്ടോ. നമ്മുടെ ക്യാരം ബോർഡും പിന്നെ നമ്മുടെ ലുഡോ. ഇപ്പൊ നമ്മൾ ലുഡോ കളിക്കാൻ വേണ്ടി ഞാൻ എല്ലാത്തിനെയും ചട്ടം കെട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് റെഡി ആയിട്ടില്ലെന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരും. ടു ബി ഹോണസ്റ്റ്, നമ്മൾ ഇതുവരെ വന്ന റിസോർട്ടുകളിൽ വെച്ച് ഏറ്റവും അടിപൊളി റിസോർട്ടായിട്ടാട്ടോ ഈ ഒരു റിസോർട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രല്ല, നമുക്ക് എല്ലാവർക്കും അത്ര അടിപൊളിയാണ് ഗൈസ്. കിടിലൻ വൈബ്, ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഗൈസ്. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല വിശപ്പ്. അപ്പൊ ഒന്നും കൂടി കൂടി. അപ്പൊ ഫുഡ് അടി പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്.
ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നേരം വെളുത്തു, നമ്മള് രാവിലെ തന്നെ പ്ലാന്റേഷൻ വാക്കിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇവിടെ ഹോട്ടലിൽ നിങ്ങൾ എല്ലാവരും കാടവൻ ബാക്കി വന്നിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരോടെ കിടന്നുറങ്ങാം വീട്ടിലത്തെ പോലെ. പ്ലാന്റേഷൻ ബാക്കി മോനെ എവിടെ ഫ്രീ ആയിട്ട് വരും. ഞാൻ ബ്ലാക്ക് ടീ കേട്ടെ ഇത് കടിക്കുന്ന ഫ്രീ ആയിട്ട് കിട്ടും. രാവിലെ സ്റ്റാർട്ട് ചെയ്തത് സ്ട്രോബെറി ഷേക്കിലാണ്. നമ്മളിവിടെ നെയ്റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പുട്ടുണ്ട്, ഇഡ്ഡലിയുണ്ട്, കടലയുണ്ട്, മുട്ടയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഗൈസ് നമ്മുടെ അടുത്ത സെറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ടുള്ളത്. സ്ട്രോബെറി ജ്യൂസും ഓട്സും ബ്രെഡും ബട്ടറും ജാമും എല്ലാ സംഭവം ഉണ്ട് ഗൈസ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രീമിയം സ്റ്റേ ആയിരുന്നു. ഭയങ്കര ഹാപ്പി ഫുഡ് സർവീസ് എല്ലാം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമസ്കാരം. എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പർ സ്റ്റേ. നമ്മള് പറയായിരുന്നേ, അതായത് ഇതുവരെ സ്റ്റേ ചെയ്തതില് ഏറ്റവും കംഫർട്ടും എല്ലാം കൊണ്ടും സൂപ്പർ ആയിരുന്നു. ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി നീ എന്താ ഓടിക്കളിക്കണ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഭയങ്കര രസമായിട്ട് നമ്മളിവിടെ വന്നു, കുറെ എൻജോയ് ചെയ്തു, സ്റ്റേ ചെയ്തു, അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പൊളി അല്ല പൊളി പൊളി. അതെല്ലാം കൊണ്ടും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, അടിപൊളി ഡിന്നർ, എല്ലാം അടിപൊളി ആംബിയൻസ്, അടിപൊളി ട്രക്കിംഗ്. ഇവരെല്ലാരും കിടന്ന് ഉറങ്ങായിരുന്നു. ഞാനും അജിച്ചേട്ടൻ മാത്രമാണ് ട്രക്കിങ്ങിന് പോയത്. കിടിലൻ ട്രക്കിംഗ് ആയിരുന്നു. മാത്രല്ല അടിപൊളി സ്റ്റാഫും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പൊ നമ്മൾ താമസിച്ചത് ലേ മോണ്ട് ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ്. ഇതിന്റെ പിന്നിലൊരു കഥയും കൂടിയാണ് അത് പറഞ്ഞത്. അതെന്തുട്ടാ? മറ്റേ അയാള് ഞാൻ തമ്മിൽ കാണിക്കുന്ന ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. അതെ, അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വരിക, എൻജോയ് ചെയ്യുക. മച്ച് റെക്കമെൻഡഡ് ആണ്. ഉള്ളീന്ന് പറയാണ്, മച്ച് റെക്കമെൻഡഡ്. വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം. മൂന്നാർ അടുത്താണ് ഈ ഒരു സ്ഥലം. അടിപൊളി അടിപൊളി. അപ്പൊ നമ്മുടെ ഈ ഒരു വ്ളോഗ് നമ്മളോട് അവസാനിപ്പിക്കുന്നു. ഇതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഇതിട്ടാണ് പറഞ്ഞേ